കോട്ടയം ചെറുവള്ളി എസ്റ്റേറ്റ് ഉടമസ്ഥാവകാശ തർക്കം സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച രേഖകൾ പാലാ കോടതി 28-ന് പരിശോധിക്കും. അയന ചാരിറ്റബിൾ ട്രസ്റ്റും സർക്കാരും തമ്മിലാണ് തർക്കം. കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശബരിമല വിമാനത്താവള പദ്ധതി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ബിലീവേഴ്സ് ചർച്ചിന്റെ കീഴിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റും സർക്കാരും തമ്മിൽ ഏറെ നാളായി തർക്കം തുടരുകയാണ്. അയന ചാരിറ്റബിൾ ട്രസ്റ്റ് എസ്റ്റേറ്റിന്റെ ഉടമസ്ഥത അവകാശപ്പെടുന്ന വിവിധ രേഖകൾ പാലാ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് കമ്പനിയുടെ പാട്ടക്കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ തോട്ടം ബിലീവേഴ്സ് ചർച്ച് മലയാളം പ്ലാന്റേഷനിൽ നിന്ന് വാങ്ങിയത് നിയമവിരുദ്ധമാണെന്ന് സർക്കാർ വാദിക്കുന്നു. എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് റവന്യൂ വകുപ്പിന്റെ കൈവശമുള്ള സുപ്രധാന രേഖകൾ സർക്കാരിന് വേണ്ടി കോട്ടയം ജില്ലാ കളക്ടർ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ രേഖകൾ ഈ മാസം 28-ന് പരിശോധനയ്ക്ക് വിധേയമാക്കും. പരിശോധന പൂർത്തിയായ ശേഷമാകും കോടതിയുടെ തുടർ നടപടികൾ. ബിലീവേഴ്സ് ചർച്ച് ചെറുവള്ളി എസ്റ്റേറ്റ് വാങ്ങി ആധാരം എരുമേലി സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് ഏതാനും വർഷം കരമടച്ചിരുന്നു. പിന്നീട് റവന്യൂ വകുപ്പ് കരം സ്വീകരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. തുടർന്ന് ചെറുവള്ളി എസ്റ്റേറ്റിന്റെ കരം ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചിന് അനുകൂലമായി ഹൈക്കോടതി വിധി ലഭിച്ചു. കരം ഈടാക്കാൻ റവന്യൂ വകുപ്പിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ഉടമസ്ഥാവകാശം സംബന്ധിച്ച് നടക്കുന്ന കോടതി നടപടികൾ ശബരിമല വിമാനത്താവളത്തിനായുള്ള ഭൂമി ഏറ്റെടുപ്പ് നടപടികളെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ന്യൂസ് മലയാളം, കോട്ടയം.